നമസ്കാരം. ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷത്തെ ബിസിനസ് സ്റ്റഡീസ് ഫസ്റ്റ് ചാപ്റ്റർ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നാച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാച്ചർ ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ 3 ആസ്പെക്റ്റുകളായിട്ടാണ് മാനേജ്മെന്റിന്റെ നാച്ചർ നമ്മൾ പരിശോധിക്കുന്നത്. വെദർ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്, or it is a science, or management is a profession. പൊതുവെ ചില ആസ്പെക്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഒരു കലയാണ് എന്ന് നമുക്ക് തോന്നാം. മറ്റു ചില ആംഗിളിലൂടെ നോക്കുമ്പോൾ മാനേജ്മെന്റ് ഒരു ശാസ്ത്രമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് തോന്നാം. ചിലപ്പോഴൊക്കെ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആയിട്ടും നമുക്ക് തോന്നാം. So when we discuss the nature of management, we have to analyze whether the management is an art, or management is a science, or it's a profession. Today we are going to discuss about the features of an art, features of science, and features of profession. Thus we compare these features of art, science, and profession with the features of management. Firstly, we are going to discuss about management is an art. Before going into detail about the management is an art, let us discuss the important features of an art. മാനേജ്മെന്റ് ആർട്ട് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു ആർട്ട്, ആർട്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. An art is a skillful application of personalized knowledge. ഒരാൾക്ക് അയാളുടെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന കഴിവുകളെ സ്കിൽഫുൾ ആയിട്ട് അയാൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. The main features of an art are existence of theoretical knowledge, personalized application, and based on practice and creativity. Now let us examine the first feature of an art, existence of theoretical knowledge. ആർട്ടിന് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ട് എന്ന് പറയാം. തിയറിറ്റിക്കൽ നോളജ്. There are several literature, there are several books written based on the art. കലയെ കുറിച്ച് ഒരുപാട് സാഹിത്യങ്ങളും ഒരുപാട് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. പല പുസ്തകങ്ങളും പല രചനകളും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ആർട്ടുകൾ സാധാരണയായി പ്രാക്ടീസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, there are several literature regarding dance, regarding music, public speaking, and even management. ഡാൻസുമായി ബന്ധപ്പെട്ട്, സംഗീതവുമായി ബന്ധപ്പെട്ട്, പബ്ലിക് സ്പീക്കിംഗ് ഇറ്റ്സ് ആൻ ആർട്ട്, അതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒക്കെ വിവിധങ്ങളായിട്ടുള്ള രചനകൾ, സാഹിത്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ മാനേജ്മെന്റിനും മാനേജ്മെന്റിൻ്റെതായ രീതിയിലുള്ള ചില രചനകളും അതുമായി ബന്ധപ്പെട്ട ചില സാഹിത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള തിയറിയാണ്. അങ്ങനെ മാനേജ്മെന്റിന് ചില തിയറികൾ ഉള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഓൾസോ ഹാസ് എ തിയറിറ്റിക്കൽ നോളജ്. മറ്റ് കലകൾക്ക് ഉള്ളതുപോലെ തന്നെ മാനേജ്മെന്റിനും വ്യക്തമായ ലിറ്ററേച്ചർ ഉള്ളത് കൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് ഒരു ആർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തെ സവിശേഷത, ആർട്ട് ഈസ് അപ്ലൈഡ് ഓൺ ദി ബേസ് ഓഫ് പേഴ്സണൽ സ്കിൽ, ദാറ്റ് ഈസ്
പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. നമ്മളൊരു ഡാൻസറെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഡാൻസേഴ്സ് പെർഫോം സെയിം ഡാൻസ് ഇൻ ഡിഫറെന്റ് വേസ്. 2 നർത്തകർ ഒരേ ഡാൻസ് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഒരേ പാട്ട് 2 അതിലധികമോ ആളുകൾ പെർഫോം ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഓരോ പാട്ടും ഓരോ ഡാൻസും അവരവരുടെ പേഴ്സണലൈസ്ഡ് സ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ മാനേജ്മെന്റിലേക്ക് വന്നാൽ വിവിധ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിലെ മാനേജർമാർ വ്യത്യസ്തമായ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ മാനേജ്മെന്റിലും ഓരോ ബിസിനസ്സിലും വിജയവും കാര്യക്ഷമതയും വ്യത്യസ്തമായിരിക്കും. ഒരു ബിസിനസ്സിന്റെ വിജയം, ആ ബിസിനസ്സിന്റെ കാര്യക്ഷമത അവിടുത്തെ മാനേജറുടെ പേഴ്സണൽ സ്കില്ലിനെ ആശ്രയിച്ചിരിക്കുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ മാനേജ്മെന്റും പേഴ്സണലൈസ്ഡ് സ്കിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് മാനേജ്മെന്റിലും ആപ്ലിക്കേഷൻ ഓഫ് പേഴ്സണലൈസ്ഡ് സ്കിൽ ഉണ്ട് എന്ന് പറയാം. മാനേജ്മെന്റ് ദസ് ബിക്കംസ് ആൻ ആർട്ട്. മൂന്നാമത്തെ സവിശേഷത, ആർട്ട് ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരു കല നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും അവരുടെ സർഗാത്മക ശേഷിയും ആശ്രയിച്ചാണ് അതിൻ്റെ വിജയം എന്ന് നമുക്കറിയാം. പ്രാക്ടീസ് ചെയ്യാതെ ഒരു കലയും വിജയിച്ചിട്ടില്ല. നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ പെർഫോം ചെയ്യുന്നു. ക്രിയേറ്റിവിറ്റി കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ, സർഗശേഷി കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കല കൂടുതൽ വിജയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രശസ്തരായിട്ടുള്ള നർത്തകർ, ആർട്ടിസ്റ്റുകൾ ഒക്കെ നിരന്തരം ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ അവരുടെ സർഗാത്മകത അതിൽ കൊണ്ടുവരുന്നത് കൊണ്ടാണ് അവർ വിജയിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ഇതിനെ മാനേജ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു മാനേജർ നിരന്തരം പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അയാളുടെ സർഗാത്മകത മാനേജ്മെന്റിൽ കൊണ്ടുവരുന്നത് കൊണ്ട് ആണ് മാനേജർ വിജയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയും നിരന്തര പരിശീലനവും കൊണ്ടുവരുന്നത് കൊണ്ട്, വിജയിക്കുന്നത് കൊണ്ട് മാനേജ്മെന്റും ഒരു കലയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഡിസ്കഷനിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് നമ്മൾ നോക്കി. അതേ സവിശേഷതകൾ മാനേജറിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കി. മാനേജ്മെന്റിന്റെ ആർട്ടിൽ കാണുന്ന അതേ സവിശേഷതകൾ മാനേജ്മെന്റിലും കാണുന്നത് കൊണ്ട് നമുക്ക് മാനേജ്മെന്റും ഒരു കലയാണ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. Now, look at the screen, see the important features of an art. ആർട്ട് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട് എന്നറിയാം. ആർട്ടിൽ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ആർട്ട് ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരു മാനേജർക്ക് തിയറിറ്റിക്കൽ നോളജ് ആവശ്യമാണ്. മാനേജർക്ക് പേഴ്സണൽ സ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. മാനേജർ പ്രാക്ടീസ് ചെയ്യേണ്ടതും അയാളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. അങ്ങനെ ഈ 3 സവിശേഷതകളും മാനേജ്മെന്റിലും പ്രസന്റ് ആയതുകൊണ്ട് വി ക്യാൻ കോൾ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ദ സെക്കൻഡ് നാച്ചർ ഓഫ് മാനേജ്മെന്റ് ഈസ് എ സയൻസ്. മാനേജ്മെന്റ് ഒരു ശാസ്ത്രമാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. മാനേജ്മെന്റ് ശാസ്ത്രമാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ശാസ്ത്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോജിക്കലി ഒബ്സർവ്ഡ് ഫൈൻഡിങ്സ്, ഫാക്ട്സ് ആൻഡ് ഈവൻസ്. കൃത്യമായി യുക്തിപരമായി നിരീക്ഷിച്ചെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ, യാഥാർത്ഥ്യങ്ങൾ, ഈവൻസ്, സംഭവങ്ങളൊക്കെയാണ് സയൻസിലുള്ളത് എന്ന് നമുക്കറിയാം. ബിക്കോസ് the findings of science are logically observed. The findings of science are based on experiments. ദീർഘകാലം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സയൻസിൽ ഫാക്റ്റുകൾ അഥവാ ഫൈൻഡിങ്സ് കണ്ടെത്താറുള്ളത്. സോ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ശാസ്ത്രീയമായി നിർവചിക്കപ്പെട്ടുള്ള അറിവിന്റെ കൂട്ടമാണ് സയൻസ് എന്ന് പറയാം. സോ വൈൽ എക്സാമിനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് സയൻസ് വി ക്യാൻ സീ ദാറ്റ്
Science is a systematized body of knowledge. Science is based on principles and experimentation. And science, or the theory of science, has universal validity. സയൻസിന്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് കാണാം. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, ആൻഡ് തിയറീസ് ഓഫ് സയൻസ് ഹാസ് യൂണിവേഴ്സൽ വാലിഡിറ്റി. സയൻസിന്റെ ഈ 3 സവിശേഷതകൾ മാനേജ്മെന്റിലും പ്രസന്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സവിശേഷത നമ്മൾ കണ്ടത് സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള, കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുള്ള ഒരു അറിവിന്റെ കൂട്ടമാണ് സയൻസ് എന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ മാനേജ്മെന്റിലും കൃത്യമായി നിർവചിക്കപ്പെട്ട അറിവുകളുണ്ട്. ബിക്കോസ് മാനേജ്മെന്റ് ഹാസ് സെവറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് കമ്മിങ് എപ്പിസോഡ്സ്. മാനേജ്മെന്റിന് കൃത്യമായി നിർവചിക്കപ്പെട്ടുള്ള ചില തത്വങ്ങളുണ്ട്. മാനേജ്മെന്റിന് കൃത്യമായി നിർവചിക്കപ്പെട്ടുള്ള ചില കർത്തവ്യങ്ങളുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഹാസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അങ്ങനെ മാനേജ്മെന്റിലും സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉള്ളത് കൊണ്ട് നമുക്ക് മാനേജ്മെന്റ് ഒരു ശാസ്ത്രമാണ് എന്ന് വിശേഷിപ്പിക്കാം. ശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ സവിശേഷത നമ്മൾ കണ്ടത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സ്. സയൻസിന്റെ തത്വങ്ങൾ ദീർഘകാലം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതാണ് എന്ന് നമുക്ക് പറയാം. സിമിലർലി ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഈസ് ഓൾസോ ഡിറൈവ്ഡ് ഓൺ ദി ബേസ് ഓഫ് എക്സ്പെരിമെന്റേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. കാലാകാലങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളും വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടാണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് പറയാൻ സാധിക്കും. മാത്രവുമല്ല, ദീസ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്സ്. മാനേജ്മെന്റിൽ നിർവചിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് കാര്യകാരണ സഹിതം വിശദമാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന് കൂടുതൽ ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ വർക്കേഴ്സ് കൂടുതൽ പ്രചോദിപ്പിക്കപ്പെടുകയും അവർ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യും. കൂടുതൽ ശമ്പളം കൊടുക്കുക എന്ന കാരണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഫലം അവരുടെ പ്രയത്നം കൂടുക എന്നുള്ളതാണ്. ഫെയർ റെമ്യൂണറേഷൻ എന്ന ഒരു പ്രിൻസിപ്പിൾ മാനേജ്മെന്റിൽ പറയുന്നു. ന്യായവും യുക്തവുമായ ശമ്പളമാണ് എംപ്ലോയീസിന് കിട്ടുന്നതെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്നൊരു പ്രിൻസിപ്പിൾ പരിശോധിച്ചാൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് ജോലിയിൽ സ്ഥിരത കിട്ടും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അവർ ആ സ്ഥാപനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ താല്പര്യം കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒരു കാരണം കാണുന്നു, മറ്റൊരു സൈഡിൽ അതിൻ്റെ ഫലം കാണുന്നു. ഒരു സൈഡിൽ അതിൻ്റെ കാര്യം കാണുന്നു, മറ്റു സ്ഥലത്ത് അതിൻ്റെ കാരണം കാണുന്നു. അങ്ങനെ കാരണസഹിതം നിർവചിക്കപ്പെട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ മാനേജ്മെന്റിലും കാര്യകാരണ സഹിതം വിശദമാക്കിയത് കൊണ്ട് സയൻസിലും ഇതുപോലെ തന്നെ വിശദമാക്കുന്നത് കൊണ്ട് മാനേജ്മെന്റും ഒരു സയൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സയൻസിന്റെ മറ്റൊരു സവിശേഷത ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ഓർ തിയറീസ് ഓഫ് സയൻസ് ഹാസ് യൂണിവേഴ്സൽ വാലിഡിറ്റി. ലോകത്ത് പ്രപഞ്ചത്ത് എവിടെ ചെന്നാലും സയൻസിന്റെ പ്രിൻസിപ്പിൾസ് ഒരുപോലെയാണ്. കാരണം പ്രിൻസിപ്പിൾസ് എക്സ്പെരിമെന്റേഷനും ഒബ്സർവേഷനും അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. വിവിധ സാഹചര്യങ്ങളിൽ ഈ എക്സ്പെരിമെന്റേഷൻ നടത്തിയിട്ടാണ് സയൻസിന്റെ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മാനേജ്മെന്റിൽ ഉണ്ടാക്കിയ പ്രിൻസിപ്പിൾസും ഇതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തെല്ലായിടത്തും നടത്തിയതിനു ശേഷമാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഓൾസോ ഹാസ് യൂണിവേഴ്സൽ വാലിഡിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിളിനും പ്രപഞ്ചം മുഴുവൻ അംഗീകാരമുണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പരിശോധിച്ച് നോക്കുക. ആളുകളുടെ ജോലി വിഭജിച്ചു കൊടുക്കുന്നു. ജോലി വിഭജിച്ചു കൊടുക്കുമ്പോൾ ഒരു വർക്കർ ഒരു ജോലി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ജോലിയിൽ അയാൾ പ്രാവീണ്യം നേടുകയും വളരെ എളുപ്പത്തിൽ തന്നെ ആ ജോലി പൂർത്തീകരിക്കാൻ അയാൾക്ക് കഴിയുകയും ചെയ്യുന്നു. ലോകത്തെവിടെ പോയാലും ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന പ്രയത്നത്തിലൂടെ ഓരോ ആളുകളും ആ പ്രത്യേക ജോലിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. മറ്റൊരു പ്രിൻസിപ്പിൾ എടുത്ത് പരിശോധിച്ചാൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട് മാനേജ്മെന്റിൽ.
ഒരു വർക്കർ അയാളുടെ ബോസിൽ നിന്ന് മാത്രമേ കമാൻഡുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു വർക്കർ അയാളുടെ ബോസിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും വർക്കർ പല ബോസിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുകയും അയാളുടെ ജോലി കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഈ തത്വം ലോകത്തെവിടെയും ഒരുപോലെ തന്നെയാണ്. ഇങ്ങനെ പരിശോധിച്ചാൽ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം, മാനേജ്മെന്റ് തിയറീസ് എല്ലാം ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ മാനേജ്മെന്റിന് ഉണ്ടാകുന്ന സവിശേഷതകൾ ഒക്കെ സയൻസിലും കാണാവുന്നത് കൊണ്ട് മാനേജ്മെന്റിനെയും നമുക്ക് സയൻസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള ഒരു സയൻസ് ആയിട്ട് മാനേജ്മെന്റ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. മാനേജ്മെന്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ്. കാരണം certain principles of management applied in particular situation cannot be applied in another situation. മാനേജ്മെന്റിന്റെ ചില തത്വങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വിജയിച്ചാൽ അത് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് വിജയിക്കണമെന്ന് ഇല്ല. പല മാനേജ്മെന്റും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കപ്പെടാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ മാനേജ്മെന്റിനെ നമുക്ക് എക്സാക്ട് സയൻസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. പകരം നമുക്ക് മാനേജ്മെന്റ് ക്യാൻ ബി ടേംഡ് ആസ് ബിഹേവിയറൽ സയൻസ്, ബിക്കോസ് certain principles are applied on the basis of behavior of the workforce. ആളുകളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമായതുകൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് ബിഹേവിയറൽ സയൻസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ് ആസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എക്സെട്ര. മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ പ്രകൃതം, സവിശേഷത എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. എ പ്രൊഫഷൻ ഈസ് an occupation and it is backed by specialized knowledge and training and to which entry is regulated by a representative body. പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഒക്കുപ്പേഷൻ ആണ്, ഒരു തൊഴിലാണ്. that is supported by, that is backed by specialized knowledge. ഇതിൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള, കൃത്യമായി വിവരിക്കപ്പെട്ടുള്ള അറിവുണ്ടായിരിക്കണം, ട്രെയിനിങ് ഉണ്ടായിരിക്കണം, പരിശീലനം ഉണ്ടായിരിക്കണം. ആൻഡ് ടു വിച്ച്, ടു ദാറ്റ് പ്രൊഫഷൻ ദി എൻട്രി ഈസ് റെഗുലേറ്റഡ് ബൈ എ റെപ്രസെന്റേറ്റീവ് ബോഡി. അതിലേക്ക് ആളുകളെ എൻട്രി നടത്തുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് ബോഡി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇത് പരിശോധിച്ചാൽ ഒരു പ്രൊഫഷന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ്, പ്രൊഫഷൻ ഈസ് എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. നന്നായി നിർവചിക്കപ്പെട്ട അറിവുകൾ ഉള്ളതാണ് പ്രൊഫഷൻ എന്ന് പറയാൻ സാധിക്കും. ഇറ്റ് ഹാസ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർ, ഒരു ലോയർ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇവരൊക്കെ പ്രൊഫഷണൽസ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം ദേ അക്വയർ നോളജ് ഇൻ പർട്ടിക്കുലർ ഏരിയ ഓഫ് ദെയർ പ്രൊഫഷൻ. അവർ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട പ്രത്യേക മേഖലകളിൽ അവർ അറിവുകൾ നേടിയിട്ടുണ്ട്. ഒരു മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ മെഡിസിനിൽ മാത്രമായി അറിവുകൾ നേടുന്നു. ലോയർ ലോയും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കുന്നു. ഇങ്ങനെ വെൽ ഡിഫൈൻഡ് നോളജ് ഉള്ള, ആ മേഖലയിൽ പ്രാവീണ്യം നേടിയ ആളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് വിളിക്കുന്നത്. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം മാനേജറും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മേഖലകളിൽ പ്രത്യേകം അറിവുകൾ സമ്പാദിക്കുന്നുണ്ട്. ഇത് എല്ലാ മാനേജറിലും ബാധകമാവണമെന്നില്ല. എങ്കിലും വിജയിച്ച പല മാനേജർമാരും അവരുടെ മേഖലകളിൽ പ്രത്യേകം അറിവുകൾ സമ്പാദിച്ചവരാണ്. അത്തരത്തിൽ മാനേജർ ഒരു പ്രൊഫഷണൽ ആണ് എന്ന് നമുക്ക് പറയാം. മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണ് എന്നും പറയാം. രണ്ടാമത്തെ സവിശേഷത റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്. ഒരു പ്രൊഫഷണൽ ആവുന്നതിന് അവരുടെ പ്രവേശനം ചില പരീക്ഷകൾ കൊണ്ട്, എക്സാമിനേഷൻ കൊണ്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ടു പ്രാക്ടീസ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ ഇന്ത്യ, ദേ ഹാവ് ടു ക്ലിയർ
ദി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ മെഡിക്കൽ കൗൺസിൽ നടത്തുന്ന പരീക്ഷ പാസ്സായ ആൾക്കാർക്ക് മാത്രമേ MBBS ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. LLB കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ലോയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പരീക്ഷകൾ കൊണ്ട്, ചില പ്രൊഫഷണൽ ഓർഗനൈസേഷൻ നടത്തുന്ന ചില ടെസ്റ്റുകൾ കൊണ്ട്, ഓർഗനൈസേഷൻ നടത്തുന്ന പരീക്ഷകൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽസിന്റെ എൻട്രി, ആ പ്രൊഫഷനിലേക്കുള്ള എൻട്രി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിന് ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇല്ലായെങ്കിലും മാനേജ്മെന്റിലും നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലത്തെ സ്ഥാപനങ്ങളിലെ പരീക്ഷകൾ കഴിഞ്ഞവർക്ക് മാനേജറായി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാനേജ്മെന്റിന് ആർക്കും വിദ്യാഭ്യാസം ഒരു യോഗ്യതയല്ല എന്ന് നമുക്കറിയാം. എങ്കിലും മാനേജ്മെന്റിന്റെ ചില പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മാനേജ്മെന്റിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രൊഫഷൻ, ഡോക്ടർ പോലെ അല്ലെങ്കിൽ ലോയറെ പോലെ ഒരു പ്രൊഫഷൻ കൃത്യമായിട്ട് നമുക്ക് മാനേജ്മെന്റ് പ്രൊഫഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും മാനേജ്മെന്റിലും ഇത്തരത്തിലുള്ള റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ട് എന്ന് നമുക്ക് അറിയാം. പ്രൊഫഷന്റെ മൂന്നാമത്തെ സവിശേഷത പ്രൊഫഷണൽ അസോസിയേഷൻ എന്നുള്ളതാണ്. എല്ലാ പ്രൊഫഷനും അവരുടെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാവുകയും ആ പ്രൊഫഷണൽ അസോസിയേഷൻ നിർവചിച്ചിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ബാർ കൗൺസിൽ എന്ന് പറയുന്നത് ലോയേഴ്സിന്റെ ഒരു അസോസിയേഷനാണ്, പ്രൊഫഷണൽ അസോസിയേഷനാണ്. ഈ പ്രൊഫഷണൽ അസോസിയേഷൻ തീരുമാനിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളും സംഹിതകൾക്കും അനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ മാനേജ്മെന്റിന് ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണാം. ആ പ്രൊഫഷണൽ അസോസിയേഷൻ പറയുന്ന പെരുമാറ്റച്ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാ മാനേജർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷനിലെ രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ കോഡ് ഓഫ് കോണ്ടക്ട് തന്നെ ഫോളോ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് എവിടെയും നിഷ്കർഷിച്ചിട്ടുമില്ല. എങ്കിലും മാനേജ്മെന്റിൽ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ അസോസിയേഷൻസും കോഡ് ഓഫ് കോണ്ടക്റ്റും നിലവിൽ ഉള്ളതുകൊണ്ട് മാനേജ്മെന്റിൽ ഒരു പ്രൊഫഷണൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാകുകയും അവർ ചില കോഡ് ഓഫ് കോണ്ടക്ട് നിർവചിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഫഷന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്നുള്ളതാണ്. കൃത്യമായി നിർവചിക്കപ്പെട്ടുള്ള പെരുമാറ്റ സംഹിത ഉണ്ടാകുക എന്നുള്ളതാണ്. So all professionals are bound by a code of conduct which guides the behavior of its members. Doctors, lawyers ഒക്കെ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷന്റെ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് പെരുമാറണമെന്നുള്ള നിർബന്ധമാണ്. മാനേജ്മെന്റിന് ഇത്തരത്തിലുള്ള ചില കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് പ്രൊഫഷണൽ എന്ന് വിളിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിലെ നിങ്ങളുടെ ചാപ്റ്ററിൽ നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ കണ്ടതാണ്. പ്രൊഫഷൻ ഈസ് സർവീസ് മോട്ടീവ്. ഒരു പ്രൊഫഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സേവനമാണ്. മാനേജ്മെന്റിലും സേവനം, ശമ്പളമാണ് അയാളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെങ്കിലും മാനേജ്മെന്റും ഒരു സർവീസ് മോട്ടീവായിട്ട് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ സാധാരണയായിട്ട് കരുതാറുള്ളത്. സോ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊഫഷൻ ഈസ് പ്രൊവൈഡിംഗ് സർവീസ് ടു ഇറ്റ്സ് സൊസൈറ്റി. സേവനം നൽകുക, സമൂഹത്തിന് പ്രവർത്തിക്കുന്ന സമൂഹത്തിന് സേവനം നൽകുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് നമുക്കറിയാം. മാനേജ്മെന്റ് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാനേജറുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ തൊട്ട് മുമ്പിലെ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്. സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്, സാമൂഹ്യ വികസനമാണ് മാനേജ്മെന്റ് ലക്ഷ്യമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ മാനേജ്മെന്റിന് ഈ സാമൂഹ്യ വികസനത്തിൽ പ്രധാന പങ്കുള്ളതുകൊണ്ട് മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണെന്ന് പറയാൻ സാധിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നാച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ്. നാച്ചർ ഓഫ് മാനേജ്മെന്റ് നമ്മൾ 3 തലത്തിലാണ് കണ്ടത്. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ഈസ് എ സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. ആർട്ടിന്റെ പ്രധാന സവിശേഷതകൾ മാനേജ്മെന്റിൽ പ്രസന്റ് ആയതുകൊണ്ട് മാനേജ്മെന്റിനെ നമ്മൾ ആർട്ട് എന്ന് വിളിച്ചു. പ്രധാനപ്പെട്ട ആർട്ടിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് നോളജ്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ 3 സവിശേഷതകളും മാനേജ്മെന്റിൽ പ്രസന്റ് ആയതുകൊണ്ട് മാനേജ്മെന്റ് ആർട്ട് എന്ന് വിശേഷിപ്പിച്ചു. സയൻസിന്റെ സവിശേഷതകൾ നമ്മൾ കണ്ടത് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. Then the science has principles that is based on experimentation and observation, and it has cause and effect relationship, and the principles has universal validity. ഇത് മാനേജ്മെന്റിന് ബാധകമായതുകൊണ്ട് മാനേജ്മെന്റിനെ നമ്മൾ സയൻസ് എന്ന് വിശേഷിപ്പിച്ചു.
പ്രൊഫഷൻ ആകുന്നതിന് പ്രൊഫഷൻ ഹാസ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. പ്രൊഫഷൻ എൻട്രി ഇൻ ടു ദ പ്രൊഫഷൻ ഈസ് റെസ്ട്രിക്റ്റഡ്. ഇറ്റ് ഹാസ് പ്രൊഫഷണൽ അസോസിയേഷൻ. It has some ethical code of conduct and the objective of profession is rendering service to society. ഈ സവിശേഷതകളിൽ പലതും മാനേജ്മെന്റിന് പ്രകടമായതുകൊണ്ട് മാനേജ്മെന്റിനെ നമ്മൾ പ്രൊഫഷൻ എന്ന് വിളിച്ചു. So management can be termed as an art, as a science, and it is treated as a profession. മറ്റൊരു എപ്പിസോഡിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് കാണാം. ആ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നത്. ഗുഡ് ബൈ.